ഹരി ഓം. വൈശാഖമാഹാത്മ്യം. സർവേശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കാട്ടാളൻ്റെ പൂർവജന്മം. കാട്ടാളൻ പൂർവജന്മത്തിൽ വേദങ്ങൾ പഠിച്ച ഒരു ധനികനായ ബ്രാഹ്മണനായിരുന്നു. സ്തംഭൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമധേയം. അപ്പോൾ ഒരു വേശ്യയുമായി പരിചയപ്പെടാൻ ഇടയായി. അവളോടുള്ള അടുപ്പം കൊണ്ട് നിത്യകർമ്മങ്ങൾ ഉപേക്ഷിച്ച് ശൂദ്രനെ പോലെ ആയിത്തീർന്നു. കാന്തിമതി എന്ന ബ്രാഹ്മണ സ്ത്രീയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. ആ സാധ്വി വേശ്യയോടുകൂടിയ പതിയെ ശുശ്രൂഷിച്ചു. ഒരിക്കൽ ഭക്ഷിക്കുവാൻ പറ്റാത്ത ഭക്ഷണം കഴിച്ചതുകൊണ്ട് ബ്രാഹ്മണന് രോഗം ബാധിച്ചു. രോഗിയായ ബ്രാഹ്മണൻ്റെ പണം തീർന്നപ്പോൾ വേശ്യ ഉപേക്ഷിച്ചു പോയി. വേശ്യ ഉപേക്ഷിച്ചപ്പോഴാണ് ബ്രാഹ്മണൻ ഭാര്യയുടെ മഹത്വം അറിയുന്നത്. അദ്ദേഹം പത്നിയോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ ദേവിക്ക് ഒരു ഉപകാരവും ചെയ്തു തന്നിട്ടില്ല. എന്നിട്ടും വേശ്യയോടൊപ്പം ജീവിച്ച ദുഷ്ടനായ എന്നെ ദേവി പരിപാലിച്ചു. ഞാൻ നിന്ദ്യനാണ്. ഭാര്യയെ അപമാനിക്കുന്ന ആൾ 10 ജന്മങ്ങളിൽ ഷണ്ഡനായി ഭവിക്കും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭാര്യ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: ദുഃഖപൂർണമായ കാര്യങ്ങൾ പറയരുതേ. എനിക്ക് അങ്ങയോട് കോപമില്ല. പൂർവജന്മ കർമ്മങ്ങൾ കൊണ്ടുണ്ടാകുന്ന പാപങ്ങളാണ് ദുഃഖം നൽകുന്നത്. അവ ക്ഷമിക്കുവാൻ കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ്. അനന്തരം കാന്തിമതി പതിയുടെ ചികിത്സയ്ക്കായി പിതാവിനോടും ബന്ധുക്കളോടും ധനം ചോദിച്ചു വാങ്ങി പതിയെ ശുശ്രൂഷിച്ചു. പകലും രാത്രിയും ഉറക്കമില്ലാതെ പതിയെ പരിപാലിച്ചു. പതിയുടെ രോഗം മാറാൻ ദേവന്മാരോട് പ്രാർത്ഥനകൾ നടത്തി, ഉപവാസങ്ങളും നടത്തി. ഭർത്താവിൻ്റെ രോഗം മാറുന്നതുവരെ മനസ്സുഖം ഉണ്ടാകുന്ന ഒരു കാര്യവും ചെയ്തില്ല. ഇങ്ങനെ ദൈനംദിന ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ദേവലൻ എന്ന ബ്രാഹ്മണൻ ആ ഭവനത്തിലെത്തി. വൈദ്യനാണ് ഗൃഹത്തിൽ വന്നതെന്ന മനോഭാവത്തോടുകൂടി പത്നി അദ്ദേഹത്തിൻ്റെ കാൽ കഴുകിച്ചു. ആ ജലം പതിയുടെ ശിരസിൽ തളിച്ചു. മുനിയുടെ ക്ഷീണം മാറാൻ ജലം കുടിക്കുവാൻ നൽകി. അടുത്ത പ്രഭാതത്തിൽ അതിഥിയായി എത്തിയ ബ്രാഹ്മണൻ ആ ഭവനത്തിൽ നിന്ന് പോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പതിയുടെ രോഗം വർദ്ധിക്കുകയും അന്ത്യം സംഭവിക്കുകയും ചെയ്തു. കാന്തിമതി ചിത കൂട്ടി പതിയുടെ മൃതദേഹം ദഹിപ്പിച്ചു. ഒപ്പം ആ ചിതയിൽ തന്നെ തൻ്റെ ശരീരവും ദഹിപ്പിച്ചു. പതി അന്ത്യകാലത്ത് വേശ്യയെ സ്മരിച്ചതുകൊണ്ട് വേടൻ്റെ ജന്മം ലഭിച്ചു. ബ്രാഹ്മണൻ്റെ കാല് കഴുകിയ ജലം ശിരസിൽ ധരിച്ചതുകൊണ്ട് വേടനായി ജനിച്ചപ്പോൾ സദ്ബുദ്ധി ഉണ്ടായി. ശംഖമുനിയെ കാണാൻ ഇടയായതും ധർമ്മങ്ങൾ ചോദിക്കാൻ ഇടയായതും അതുകൊണ്ടാണ്. ചിത്തശുദ്ധി കാട്ടാളനുണ്ടായല്ലോ. ജ്ഞാനദൃഷ്ടിയാൽ മുനി പറഞ്ഞ കാര്യങ്ങൾ കാട്ടാളൻ സശ്രദ്ധം കേട്ട് മനസ്സിലാക്കി. വൈശാഖകാലത്ത് തനിക്ക് നൽകിയ പാതുകദാനമാണ് കാട്ടാളൻ്റെ ചിന്തയെയും ബുദ്ധിയെയും ജീവിതത്തെയും മാറ്റിയത്. മാധവന് പ്രീതി ഉണ്ടാകുന്ന വൈഷ്ണവധർമ്മങ്ങൾ. വിഷ്ണുവിനെ ഉദ്ദേശിച്ച് ധർമ്മങ്ങൾ ചെയ്യണമെന്ന് അറിഞ്ഞ കാട്ടാളൻ ചോദിച്ചു: ആരാണ് വിഷ്ണു? അദ്ദേഹത്തിൻ്റെ ലക്ഷണം എന്താണ്? ഈ ഭഗവാനെ ആർക്കാണ് അറിയാൻ കഴിയുന്നത്? എന്താണ് മാധവധർമ്മം? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ശംഖമുനി പറഞ്ഞു: ബ്രഹ്മാദി ദേവന്മാർക്കും മഹർഷിമാർക്കും മാധവനെ പൂർണ്ണമായി അറിയുകയില്ല. നിർഗുണനും നിശ്ചലനും നിർമ്മലനും നിഷ്കളനും ആയി സച്ചിദാനന്ദ സ്വരൂപനാണ് നാരായണൻ. ചരാചരാത്മകമായ ഈ ലോകം മുഴുവൻ ഈ ഭഗവാന്റെ അധീനതയിലാണ്. ഉൽപ്പത്തി, പരിപാലനം, സംഹാരം, പുനർജന്മം, ജ്ഞാനം, ബന്ധമോക്ഷങ്ങൾ എന്നിവ വിഷ്ണുവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സാക്ഷാൽ പരബ്രഹ്മമായ വിഷ്ണു സർവവിശ്വാസങ്ങൾക്കും സാക്ഷിയാണ്. വേദങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ എന്നിവയിൽ കൂടി വിഷ്ണുവിനെ അറിയാൻ സാധിക്കും. വേദാന്ത സ്വരൂപനായ ഭഗവാനെ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഊഹങ്ങൾ കൊണ്ടോ തർക്കങ്ങൾ കൊണ്ടോ അറിയുവാൻ സാധിക്കുകയില്ല. വിഷ്ണുവിൻ്റെ നാനാവതാര കഥകൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ജനങ്ങൾ ഉത്തമ ഭക്തരാണ്. ഹരി ഓം.